നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 130 കോടി കത്തോലിക്ക വിശ്വാസികളുടെ ആത്മീയ പിതാവായ ഫ്രാൻസിസ് മാർപ്പാപ്പ. ഏകദേശം 250 കോടിയോളം വരുന്ന ക്രൈസ്തവരിൽ കത്തോലിക്ക വിഭാഗത്തിലുള്ളവരാണ് പോപ്പിനെ ആത്മീയ നേതാവായി അംഗീകരിക്കുന്നത്. ഇപ്പോൾ മാർപ്പാപ്പയെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ആശുപത്രി മുറിയുടെ മുകളിലായി മഴവില്ല് വിരിഞ്ഞതാണ് വാർത്തയാകുന്നത്. പഴയ നിയമത്തിൽ ദൈവവും നോഹയും തമ്മിലുള്ള ഉടമ്പടിയുടെ അടയാളമായാണ് മഴവില്ലിനെ കണക്കാക്കുന്നത്. ഏതു പ്രതികൂല സാഹചര്യത്തിലും ദൈവം കൂടെ ഉണ്ടാകും എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഹോർഹെ മരിയോ ബെർഗോളിയോ എന്നാണ് പാപ്പയുടെ ആദ്യം ഉണ്ടായിരുന്ന പേര്. ബ്യൂണസ് അയേഴ്സിൽ ഇറ്റലിയിൽ നിന്ന് കുടിയേറിയ ഒരു റെയിൽവേ ജീവനക്കാരൻ മരിയോ ജോസ് ബെഗോളിയോയുടെയും മരിയ സിവോരിയയുടെയും 5 മക്കളിൽ ഒരാളായാണ് 1936 ഡിസംബർ മാസം 17-ാം തീയതി ബെർഗോളിയോ ജനിക്കുന്നത്. 2013 മാർച്ച് 13-നാണ് ഇദ്ദേഹം കത്തോലിക്ക സഭയുടെ 266ാമത് പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ശാരീരിക അവസ്ഥകൾ മൂലം ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ ഫെബ്രുവരി 28-ന് രാജിവെച്ചതിനെ തുടർന്നാണ് പുതിയ തെരഞ്ഞെടുപ്പ് നടന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പിന് പ്രത്യേകതകൾ ഏറെയാണ്. സാധാരണഗതിയിൽ പാപ്പമാരെ തെരഞ്ഞെടുക്കുന്നത് യൂറോപ്പിൽ നിന്നാണ്. എന്നാൽ 1282 വർഷത്തിനു ശേഷം ആദ്യമായി യൂറോപ്പിന് പുറത്തുനിന്ന് പാപ്പ പദവിയിലെത്തിയ ആളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. 8-ാം നൂറ്റാണ്ടിൽ സിറിയക്കാരനായ ഗ്രിഗറി മൂന്നാമൻ പോപ്പ് ആയതിനുശേഷം ഇതാദ്യമായാണ് യൂറോപ്പിന് വെളിയിൽ നിന്നും ഒരാൾ പോപ്പാകുന്നത്. ലത്തീൻ അമേരിക്കയിൽ നിന്നും ആദ്യമായി പാപ്പയാകുന്നതും ഇദ്ദേഹമാണ്. ദക്ഷിണാർദ്ധഗോളത്തിൽ നിന്നുള്ള ആദ്യത്തെ പാപ്പ, ക്രിസ്തീയ സന്യാസി സമൂഹമായ ഈശോ സഭയിൽ നിന്നുള്ള ആദ്യത്തെ പാപ്പ, ഈ നിലകളിലെല്ലാം ഫ്രാൻസിസ് മാർപ്പാപ്പ ശ്രദ്ധേയനാണ്. അർജന്റീനക്കാരനായ ഹോർഹെ മരിയോ ബെർഗോളിയോ തെരഞ്ഞെടുക്കപ്പെടുന്നതിന് മുൻപ് ബ്യൂണസ് അയേഴ്സ് രൂപതയുടെ തലവനായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മാർപ്പാപ്പ ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ചത്. സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും ഉത്തമ ഉദാഹരണവും 2-ാം ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്നതുമായ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ നാമമാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. കടുത്ത ന്യൂമോണിയ ബാധിച്ചതോടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ കൂടുതൽ സങ്കീർണത വന്നിരിക്കുകയാണ്. മാർപ്പാപ്പയുടെ 2 ശ്വാസകോശങ്ങളിലും ന്യൂമോണിയ ബാധിച്ചിട്ടുണ്ട്. ഡബിൾ ന്യൂമോണിയ എന്നാണ് പറയുന്നത്. ശ്വാസകോശ അണുബാധയ്ക്കും ചികിത്സയ്ക്കും പരിശോധനകൾക്കുമായി 5 ദിവസമായി ആശുപത്രിയിൽ തുടരുകയാണ് 88 വയസ്സുകാരനായ പോപ്പ്. റോമിലെ ആശുപത്രിക്ക് മുമ്പിൽ ആയിരങ്ങളാണ് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ഇപ്പോൾ താൻ ന്യൂമോണിയ അതിജീവിക്കില്ല എന്ന് മാർപ്പാപ്പ പറഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. തന്റെ ദൗത്യം ചെയ്തു തീർന്നിരിക്കുന്നു, ഞാൻ ദൈവസന്നിധിയിലേക്ക് മടങ്ങുകയാണ്, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് മാർപ്പാപ്പ പറഞ്ഞുവെന്നാണ് പോപ്പിന്റെ സന്തത സഹചാരികൾ വ്യക്തമാക്കുന്നത്. തന്റെ മരണത്തിനുള്ള തയ്യാറെടുപ്പുകളും പോപ്പ് കുറെ മുൻപ് തന്നെ ചെയ്തിരുന്നു. കല്ലറ പോലും നേരത്തെ തയ്യാറാക്കിയതായാണ് പോപ്പ് ഫ്രാൻസിസ് വെളിപ്പെടുത്തിയിരുന്നത്. പോപ്പ് ഫ്രാൻസിസിന്റെ മൃതസംസ്കാര ശുശ്രൂഷയ്ക്കായുള്ള റിഹേഴ്സൽ അദ്ദേഹത്തിന് സുരക്ഷാ കവചമൊരുക്കുന്ന സ്വിസ് ഗാർഡുകൾ നടത്തിയതായി സ്വിസ് പത്രമായ ബ്ലിക്ക് റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. സാധാരണ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലാണ് മാർപ്പാപ്പമാർ അന്ത്യവിശ്രമം കൊള്ളാറുള്ളത്. എന്നാൽ ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ കല്ലറ സാന്താ മരിയ ബസിലിക്കയിൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വിദേശയാത്ര കഴിഞ്ഞു വരുമ്പോഴെല്ലാം തന്നെ പാപ്പ സാന്താ മരിയ ബസിലിക്കയിൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. തന്റെ അന്ത്യ ഉറക്കം ഇവിടെ തന്നെ മതിയെന്ന് പോപ്പ് വളരെ മുൻപ് തന്നെ തീർച്ചപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ദൗത്യം പൂർത്തിയാക്കി എന്നാണ് പാപ്പ പറയുന്നത്. മാർപ്പാപ്പയുടെ ഈ ആഴ്ചത്തെ ഔദ്യോഗിക പരിപാടികളെല്ലാം തന്നെ റദ്ദാക്കിയിട്ടുണ്ട്. ഞായറാഴ്ച കുർബാനയ്ക്ക് മാർപ്പാപ്പയ്ക്ക് പകരം മുതിർന്ന കർദിനാൾ കാർമ്മികത്വം വഹിക്കും. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മാർപ്പാപ്പയെ റോമിലെ ജമേലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. റോമിലെ ഏറ്റവും വലിയ ആശുപത്രിയായ പോളി ക്ലിനിക്കോ അഗസ്തീനോ ജമേലിയിൽ മാർപ്പാപ്പയ്ക്കായി ക്രമീകരിച്ച പ്രത്യേക സ്യൂട്ടിലാണ് പാപ്പയ്ക്ക് ചികിത്സ ഒരുക്കിയിരിക്കുന്നത്. ഇതിനിടെ കുട്ടികൾ ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ പാപ്പായുടെ സൗഖ്യത്തിനായി പ്രാർത്ഥനാശംസകൾ നേർന്നും തങ്ങളുടെ സാമീപ്യം അറിയിച്ചും കത്തുകളും ചിത്രങ്ങളും വത്തിക്കാനിലേക്ക് അയച്ചുകൊണ്ടേയിരിക്കുകയാണ്. എക്സ്റേ പരിശോധനയിലാണ് ഗുരുതര ന്യൂമോണിയ കണ്ടെത്തിയത്. നേരത്തെ കണ്ടെത്തിയ അണുബാധയ്ക്കുള്ള ആന്റിബയോട്ടിക് കോർട്ടിസോൺ തെറാപ്പി തുടർ ചികിത്സ കൂടുതൽ സങ്കീർണമാക്കും എന്നാണ് സൂചന. 2 അതിലധികമോ സൂക്ഷ്മാണുക്കൾ മൂലമുണ്ടാകുന്ന അണുബാധയാണ് പോളി മൈക്രോബയൽ അണുബാധ. ഇത് ബാക്ടീരിയ, വൈറസ് അല്ലെങ്കിൽ ഫംഗസ് എന്നിവ മൂലമെല്ലാം ഉണ്ടാകാം. ജന്മനാടായ അർജന്റീനയിൽ പുരോഹിത പഠനത്തിനിടെ 20കളുടെ തുടക്കത്തിൽ മാർപ്പാപ്പയുടെ ശ്വാസകോശത്തിന്റെ ഒരു ഭാഗം നീക്കം ചെയ്തിരുന്നു.
അനാരോഗ്യം ബാധിച്ചിരുന്ന മാർപ്പാപ്പയെ 2023 മാർച്ചിൽ ബ്രോങ്കൈറ്റിസ് ആണെന്ന് സംശയിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് അത് ന്യൂമോണിയയാണെന്ന് കണ്ടെത്തി. പിന്നീട് ജൂണിലും 2024 ഫെബ്രുവരിയിലും ആരോഗ്യ പരിശോധനയ്ക്കായി വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. 2021 ജൂണിൽ അദ്ദേഹത്തിന് വൻകുടലിൽ ശസ്ത്രക്രിയയും നടത്തിയിരുന്നു. വളരെ ലളിതമായ ഒരു ജീവിതമായിരുന്നു പോപ്പിന്റേത്. വിശുദ്ധ കുർബാനയ്ക്കിടെ ഒരു കുട്ടി പോപ്പിന്റെ തലയിലെ തൊപ്പിയെടുത്തത് വലിയ വാർത്തയായിരുന്നു. കുട്ടികളുടെ മനസ്സുള്ള പോപ്പ് നിത്യതയിലേക്ക് മടങ്ങാൻ സമയമായി എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന് കുറച്ചു ഭേദമായി എന്നറിവിൽ സന്തോഷിക്കുകയാണ് ലോകം മുഴുവനുമുള്ള കത്തോലിക്ക വിശ്വാസികൾ. മലയാളി വാർത്ത ഇൻസൈറ്റ്.